ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂബിലി ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ ദൈവം കൊടുക്കുന്ന ഏറ്റവും പ്രധാനമായ വർഷങ്ങളിലൊന്നാണ്. 7 വർഷങ്ങൾ ചേരുന്നതാണ് ജൂബിലി വർഷം. അതായത് 7 ശാബത് വർഷങ്ങൾ ചേരുന്ന 49 മുതൽ 50 വരെയുള്ള വർഷമാണ് ജൂബിലി. ജൂബിലി വർഷത്തിന്റെ ആചരണത്തെപ്പറ്റി ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൽ വിവരിക്കുന്നു. അതിൽ പ്രധാനമായ ഒന്നാണ് ഭൂമിയിൽ താനെ വളരുന്നവ കൊയ്യുകയോ മുറിക്കാത്ത മുന്തിരിവള്ളികളിലെ ഫലങ്ങൾ ശേഖരിക്കുകയോ ചെയ്യരുത് എന്ന ദൈവത്തിന്റെ കൽപ്പന. എന്താണ് വിളവ് കൊയ്യരുത് എന്ന് പറയുന്നതിന്റെ ആന്തരിക അർത്ഥം? വഴിയാത്രക്കാർക്കും പരദേശികൾക്കുമായി ആ ഫലങ്ങൾ മാറ്റിവെക്കണമെന്നാണ് അതിന്റെ അർത്ഥം. ചുരുക്കി പറഞ്ഞാൽ, ഒരു പരിചയവുമില്ലാത്ത ഒരാൾക്ക് വേണ്ടി കരുതുന്നതിന്റെ പേരാണ് ജൂബിലി. പരദേശിയായിരിക്കുന്ന ഒരാളെ സ്വദേശിയെ പോലെ ആക്കുന്നതാണ് ജൂബിലി. അപരിചിതനെ സുഹൃത്താക്കി മാറ്റുന്നതിന്റെ പേരാണ് ജൂബിലി. എന്താണ് മാറ്റം, അല്ലെങ്കിൽ എങ്ങനെയാണ് മാറ്റം ഉണ്ടാകേണ്ടതെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നു ലേവ്യ പുസ്തകത്തിൽ. 7 ദിവസം കൂടുമ്പോൾ, 7 വർഷം കൂടുമ്പോൾ, ജൂബിലി വർഷമെത്തുമ്പോൾ ഒക്കെ നാം സ്വയം ആത്മപരിശോധന നടത്തണം എന്ന് പറയുന്നതാണ് ദൈവത്തിന്റെ കൽപ്പനകൾ. ഒരു വഴിയാത്രക്കാരൻ അർദ്ധരാത്രിയിൽ വന്ന് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിലോ അവനെ നിരാശയോടെ പറഞ്ഞയക്കുന്നതിന്റെ പേരല്ല ക്രിസ്തീയത. അടുത്ത വീട്ടിൽ ചെന്ന് സുഹൃത്തിനെ വിളിച്ചുണർത്തി അദ്ദേഹത്തിന്റെ പക്കൽ നിന്നും ഭക്ഷണം വാങ്ങി വഴിയാത്രക്കാരന് പങ്കുവെക്കുന്നതിനെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞു പഠിപ്പിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് 11-ാം അധ്യായം. 7 ദിവസമോ 7 വർഷമോ 1000 ദിവസങ്ങളോ പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ദൈവവചനം കേട്ടു എന്നതിലല്ല, മറിച്ച് ജീവിതത്തിൽ മാറ്റമുണ്ടാവുക എന്നതാണ് പ്രധാനം. പരദേശിയെ സ്വദേശിയാക്കാൻ കഴിയുക, അപരിചിതനെ സുഹൃത്താക്കി തീർക്കുക, ഇതൊക്കെയാണ് ജീവിതത്തിൽ വരേണ്ട മാറ്റം. പക്ഷേ കാലം തിരിച്ച് ചിന്തിക്കുന്നു. പണ്ട് കൂടെ ഉണ്ടായിരുന്നവർ, തോളിൽ കൈയിട്ട് കളിവർത്തമാനം പറഞ്ഞവർ, ഒരു ചോക്ലേറ്റ് പങ്കുവെച്ചവർ എല്ലാം ഇന്ന് അപരിചിതരും പരദേശികളുമായിരിക്കുന്നു. പണ്ടത്തെ പുഞ്ചിരികൾ മാഞ്ഞിരിക്കുന്നു. കൂടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പിൽ നമ്മെ തനിച്ചാക്കി ഇറങ്ങിപ്പോകുന്ന ബസ് യാത്രക്കാരെ പോലെ ആകാനല്ല, മറിച്ച് ആശ്രയം തേടുന്നവർ പരദേശിയാണെങ്കിലും കൂടെ ചേർത്ത് നിർത്താൻ പഠിക്കേണ്ടിയിരിക്കുന്നു. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നടന്നോനെ നീട്ടുക നിൻ കരം, ആഴിമീതേ നടന്നോനെ നീട്ടുക നിൻ കരം. പരദേശിയായി ഞാൻ പാർക്കുന്നീഹേ നാഥ, എപ്പോഴെൻ വീട്ടിൽ ചേരും.